ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവരും നന്നായിരിക്കുന്നുണ്ടോ? സുഖമായിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. സഹായിക്കുന്നവരിൻ്റെ അടുത്തല്ല ഞാൻ പറയുന്നത്, സഹായിച്ചവർക്കുമല്ല. പക്ഷേ ചില ആൾക്കാർ നമ്മൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന കടം, അത് വാങ്ങുമ്പോൾ ഉള്ള ഒരു ശുഷ്കാന്തി തിരിച്ചു തരാൻ കാണിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ സ്നേഹമുണ്ടാക്കുന്നതും പണമാണ്, സ്നേഹം ഇല്ലാതാക്കുന്നതും പണമാണ്. അത് പണമാണ് വലുത് എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ ഈ പണം കാരണം ഉള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. ഇല്ലാത്ത സ്നേഹം നടിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോഴോ, ഒരു സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ, നമ്മൾ അവരോട് കടം ചോദിക്കാൻ പോകുന്ന പോലെയാണ് അവരോട് നമ്മൾ ആ കാശ് തിരിച്ച് ചോദിക്കുന്നത്. ഓരോരുത്തരും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 1 വർഷം, 2 വർഷം, 3 വർഷം കഴിഞ്ഞാലും അത് തിരിച്ചു തരാൻ കാണിക്കാത്ത അവരുടെ ആ മനസ്സുണ്ടല്ലോ, കൊടുക്കുന്നവർ എപ്പോഴും ഒരുപോലെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചില സമയങ്ങളിൽ നമ്മൾക്കും ഉണ്ടാകും കഷ്ടപ്പാടുകൾ. അതറിഞ്ഞ് തിരിച്ചു തരേണ്ടത് മേടിക്കുന്ന ആൾക്കാരുടെ മര്യാദയാണ്. ഈ സമൂഹത്തിൽ സ്നേഹം, നന്മ അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. പുരാണങ്ങളിൽ പറയുന്നുണ്ട് കലിയുഗ കാലത്തിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന്. പക്ഷേ ഇത്രയും നന്മയില്ലാത്ത കപടമായ സ്നേഹം കാണിക്കുന്ന ഈ ലോകത്ത് സത്യസന്ധമായി ജീവിക്കുന്ന കുറേ മനുഷ്യർ ഒരുപാട് മനസ്സുകൾ വേദനിച്ചു പോകും. കാരണം സ്നേഹമുണ്ട് എന്ന് കരുതി നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ കരയേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ കരയിപ്പിക്കുന്നു. ഈ സമൂഹം സ്നേഹം എന്ന ഒരു വാക്ക് ഇല്ലാതായി തീർന്നു. എല്ലാം കാശിൻ്റെ മുകളിലാണ് ഇന്ന് ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്. കാശുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകും. കാശുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഒരു 50 വയസ്സ് 60 വയസ്സായിക്കഴിഞ്ഞാൽ എന്ത് പൈസയുണ്ടായാലും ഈ സ്നേഹം നടിച്ചിരിക്കുന്ന ചിലർ ആ സ്നേഹം ഇല്ലാതായി പോകുന്നു. അപ്പോൾ അത് തിരിച്ച് കാണിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല, നാളെ അവരും ഇതേ വയസ്സാകുമ്പോൾ ആയിത്തീരുമെന്ന്. എല്ലാവരും ഈ വയസ്സായവരെ പുച്ഛിച്ച് തള്ളുമ്പോൾ ഒന്ന് ഓർക്കണം, നാളെ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്നത്, നാളെ ആ പച്ചലയ്ക്കും അതുതന്നെയാണ് സ്ഥിതി വരുന്നത് എന്ന് ആ പച്ചല ചിന്തിക്കുന്നില്ല. എല്ലാവരും നന്നായിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. ഈ ലോകം ഇത്രയും നന്ദിയില്ലാത്ത ലോകമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. പണമില്ലെങ്കിൽ സ്വന്തമില്ല, ബന്ധമില്ല, മക്കളില്ല, ഭർത്താവില്ല, ഇല്ലെങ്കിൽ ഭാര്യ, ആണുങ്ങൾക്കാണെങ്കിൽ ഭാര്യയില്ല, മക്കളില്ല, പെരുവഴിയാകുന്നു. ഒരു പ്രായം വരെ മാത്രമേ മനുഷ്യർ, എല്ലാവരെയും പറയാൻ പറ്റില്ല, പക്ഷേ ഇന്നത്തെ കാലത്തിൽ 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ 70 പേരും അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും മാത്രമേ കുറച്ച് ആത്മാർത്ഥതയുള്ള മനുഷ്യരുണ്ടാവുകയുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്ത്, നല്ല വാക്ക് പറഞ്ഞ്, നല്ല പ്രവൃത്തിയിലൂടെ ജീവിക്കുകയാണെങ്കിൽ കുറച്ച് സമാധാനമുണ്ടാകും. ആരെയും വയസ്സിന് പ്രായമുള്ള ആൾക്കാരെ തെറി പറയുക, വേണ്ടാത്തത് പറയുക, അവരെ പുച്ഛിച്ച് തള്ളുക, അവരെ പാദചാലിലേക്ക് വലിച്ചെറിയുക, അതെല്ലാം ഈ സമൂഹത്തിൽ കൂടി വരുന്നു. ഈ ലോകം
നശിച്ചു കഴിഞ്ഞു. ഇനി ഏറിയ കാലങ്ങളൊന്നും ഈ ലോകത്ത് മനുഷ്യർ ബാക്കിയാവും തോന്നുന്നില്ല. ഇനിയുള്ള കാലമെങ്കിലും മനുഷ്യർ നല്ലത് ചിന്തിച്ച് ജീവിക്കണേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ബൈ.